അള്ളാഹുവാണ് സ്വഭാവം നൽകുന്നത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം നിന്റെ ജീവിതത്തിലുള്ള പ്രകൃതങ്ങൾ മാറ്റരുത് എന്നല്ല, മാറ്റണം. ഇൻഷാ അല്ലാഹ് അത് വരും. സ്വഭാവങ്ങൾ അള്ളാഹുവാണ് നൽകുന്നത്. അബ്ദുൽ ഖൈസിന്റെ കാര്യത്തിൽ നിങ്ങൾ കേട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിനക്ക് നൽകിയ നിന്നെ പടച്ച സ്വഭാവമാണത് എന്ന് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ തആല ഖസമ ബൈനകും അഖ്ലാഖകും, അള്ളാഹു നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സ്വഭാവങ്ങൾ വീതം വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വഭാവത്തിൽ നിന്ന് അള്ളാഹു ഓരോ വിഹിതം നൽകിയിരിക്കുന്നു. കമാ ഖസമ ബൈനകും അർസാഖകും, അള്ളാഹു അവന്റെ ഉപജീവനം നിങ്ങൾക്കിടയിൽ വീതം വെച്ചിരിക്കുന്നത് പോലെ സ്വഭാവവും നിങ്ങൾക്കിടയിൽ വീതം വെച്ചിരിക്കുന്നു. നമ്മളിൽ ചിലർ ദരിദ്രരാണ്, ചിലർ ധനികരാണ്, ചിലർ ഇടത്തരക്കാരാണ്. അതുപോലെ സ്വഭാവത്തിന്റെ കാര്യത്തിൽ അള്ളാഹു കൂടുതൽ നൽകിയവരുണ്ട്, കുറച്ച് നൽകിയവരുണ്ട്. ഈ ഹദീസ് നിങ്ങൾ ശരിക്കും ചിന്തിച്ചാൽ അത്ഭുതകരമായ ഒരു ഹദീസാണ്. നമ്മളിൽ ഒരാൾ പോലും അള്ളാഹു എനിക്ക് റിസ്ക് വിധിച്ചത് മാത്രമേ എനിക്ക് ലഭിക്കൂ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാറുണ്ടോ? ഇല്ല. റിസ്ക് നേടിയെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പണിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങും, ഇല്ലേ? ഇറങ്ങും. ഇതുപോലെ തന്നെയാണ് സ്വഭാവം നേടിയെടുക്കാൻ നീ പണിയെടുക്കണം. അത് അള്ളാഹു ഓരോരുത്തർക്കും കൊടുത്തതല്ലേ, എനിക്ക് നന്നാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. നിനക്ക് അള്ളാഹു റിസ്ക് നൽകിയതുപോലെ സ്വഭാവം അള്ളാഹു നൽകിയിട്ടുണ്ട്.